പന്തളത്ത് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം. പന്തളത്ത് 2018 പന്തളം കൊട്ടാരം ആഹ്വാനം ചെയ്തതനുസരിച്ച് ആദ്യം നടന്ന അയ്യപ്പ ഭജന ഘോഷയാത്രയെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഭക്തജനങ്ങൾ തിങ്ങിക്കൂടിയത്. ഔദ്യോഗിക കണക്ക് ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഏതാണ്ട് 20,000 പേരാണ് വൈകുന്നേരം നടന്ന ഭക്തജന സംഗമത്തിൽ പങ്കെടുത്തത്. രാവിലെ ഇതുമായി ബന്ധപ്പെട്ട പല സെമിനാറുകൾ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ പമ്പയിൽ നടത്തിയ സംഗമത്തിന്റെ സെമിനാറുകളിൽ ഒന്നും തന്നെ ആരുമുണ്ടായിരുന്നില്ല എന്നത് വ്യക്തമായിരിക്കവേ ഇവിടുത്തെ സെമിനാറുകൾ തന്നെ ഹാള് തിങ്ങി നിറഞ്ഞ് 3000-ലധികം പേർ പങ്കെടുത്തപ്പോൾ പോലും സർക്കാരിനോ പോലീസിനോ ഒന്നും ഈ സംഗമത്തിൽ വൈകുന്നേരം എത്താൻ പോകുന്ന ആളെ കുറിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. 1500 പേർ പങ്കെടുക്കുമെന്നായിരുന്നു പന്തളം SHO മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്തത്. അല്പം കൂടി കൂടിക്കോട്ടെ എന്ന് കരുതി DYSP അത് 2000-ആയി റിപ്പോർട്ട് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് 4000-ആയി. 1500 പേർ മാത്രമേ എത്തൂ എന്ന് പന്തളം പോലീസും ഇനി അഥവാ എത്തിയാൽ 4000 പേർ എത്തുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് ചെയ്തു. ഇതനുസരിച്ച് 200 പോലീസുകാരെയാണ് ഈ സംഗമത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസ് മേധാവി നിയോഗിച്ചത്. രാവിലെ 3000-ലധികം പേർ ആദ്യ സെമിനാറിൽ പങ്കെടുത്തപ്പോൾ തന്നെ അപകടം തിരിച്ചറിയേണ്ടതായിരുന്നു. പക്ഷേ അത്തരമൊരു തിരിച്ചറിവ് ഒരിടത്തും ഉണ്ടായില്ല. പതിയെ പതിയെ പന്തളത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് നാനാഭാഗത്തു നിന്നും വാഹനങ്ങളുടെ പ്രവാഹമായി. ബസ്സുകൾക്കോ കാറുകൾക്കോ പാർക്ക് ചെയ്യാൻ ഒരു സൗകര്യവും ഒരുക്കിയിരുന്നില്ല. ഏതാണ്ട് 20,000 പേർക്ക് വരെ തിങ്ങി നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന സ്റ്റേഡിയത്തിലേക്ക് 3 മണിയായപ്പോൾ തന്നെ ആൾക്കൂട്ടം എത്തിക്കഴിഞ്ഞു. 3 മണിയായപ്പോഴേക്കും സ്റ്റേഡിയം നിറഞ്ഞു. പക്ഷെ വാഹനങ്ങൾ നാനാഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും സുപ്രധാനമായ വഴിയായ MC റോഡിൽ 3 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. പാർക്ക് ചെയ്യേണ്ടത് എവിടെയെന്നറിയാതെ ആളുകൾ വന്ന വാഹനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തു. പൂർണ്ണമായും ഗതാഗതം നിലച്ചുപോയ സാഹചര്യമാണ് ഉണ്ടായത്. പോലീസിന് ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാവും എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതുകൊണ്ട് ഒരു ബദൽ സംവിധാനവും ഒരുക്കിയില്ല. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട യാത്രക്കാരൊക്കെ MC റോഡ് വഴിയാണ് പോകുന്നത്. MC റോഡിന് കഴിഞ്ഞ 2 വർഷമായി താങ്ങാൻ കഴിയുന്നതിലധികം വാഹനങ്ങളുണ്ട്. പ്രത്യേകിച്ച് പന്തളം ചെങ്ങന്നൂർ ഭാഗത്ത് എപ്പോഴും ഗതാഗത കുരുക്ക് പതിവാണ്. അവിടെയാണ് ഏതാണ്ട് 20,000-ഓളം ആളുകളും അവരെ കൊണ്ടുള്ള പലതരത്തിലുള്ള വാഹനങ്ങളും എത്തിയത്. ഈ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്നോ ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാതെ പോലീസ് വട്ടം കറങ്ങി. പോലീസിന് ഒരു വിധത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച കോന്നിയിൽ വേടന്റെ പരിപാടി നടന്നപ്പോൾ പോലീസ് നടത്തിയ ഒരുക്കം പോലും പന്തളത്തെ ഭക്തജന സംഗമത്തിന് ഒരുക്കിയില്ല എന്നതാണ് വാസ്തവം. വേടന്റെ പരിപാടി നടന്ന സ്ഥലത്തെ റോഡ് ബ്ലോക്ക് ചെയ്യുകയും ഗതാഗതം വഴിതിരിച്ചു വിടുകയും ചെയ്തു. എന്നാൽ പന്തളത്ത് ഒരു ബദൽ സംവിധാനവും ഉണ്ടാക്കിയില്ല. പോലീസിനോ സർക്കാരിനോ ഒന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ജനപ്രവാഹം എത്തിയതോടെ എല്ലാ സംവിധാനങ്ങളും തകരാറിലായി. സംഘാടകരായ ശബരിമല കർമ്മസമിതി പോലും ഇങ്ങനെയൊരു ജനക്കൂട്ടത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. പന്തളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടം എന്ന് വിശേഷിപ്പിക്കാം.